ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഒരുപാട് ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതം നല്ല സുഖസുന്ദരമായിട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന പോലെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലും ഒന്നാവുന്ന വിവാഹം. അപ്പോൾ ആ വിവാഹത്തിലൂടെ രണ്ടു പേരും കൂടി ഒന്നിച്ച് പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് എന്ന് പറയും പണ്ടുള്ളവർ. ആ സാഹചര്യത്തിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനോ ഒന്നിനെക്കുറിച്ചും നമ്മളെ സമയം മെനക്കെടുത്ത് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കാത്ത ഒരു കാലഘട്ടമായിരിക്കും. അങ്ങനെ ഭാര്യയും ഭർത്താവായിട്ടിരിക്കുന്ന സമയത്ത് ചിലർക്ക്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില വ്യക്തികൾ ഭാര്യ എന്ന് പറഞ്ഞാൽ വെറും അടിമ എന്ന രീതിയിലാണ് പെരുമാറുക. തനിക്കും മക്കൾക്കും അല്ലെങ്കിൽ തൻ്റെ മക്കളെ പ്രസവിക്കാനായിട്ട് മാത്രം, അതുപോലെ തന്നെ തനിക്കും മക്കൾക്കും തൻ്റെ കുടുംബത്തിനെയും നോക്കാനായിട്ടുള്ള ഒരു വ്യക്തി, അത് ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരി അല്ലെങ്കിൽ ഒരു വേലക്കാരിയേക്കാൾ ഉപരിയായിട്ട് ഹീനമായി മൃഗീയമായി നമുക്ക് പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ നമ്മുടെ വെറും അടിമ. കാരണം നമ്മുടെ നാവ് കൊണ്ടും വാക്കുകൊണ്ടും അതുപോലെ പ്രവൃത്തി കൊണ്ടും നമുക്ക് എന്തും ചെയ്യാൻ, എന്തും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വസ്തു, അതാണ് ഭാര്യ. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കേട്ടോ. വ്യക്തികളുണ്ടെന്ന് മാത്രമല്ല, സർവം സഹയായി അതെല്ലാം സഹിച്ചു പോരുന്ന ആ ഒരു കാലഘട്ടത്തിലെ വ്യക്തികൾ. ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യില്ല, തിരിച്ച് മറുപടി പറയും, അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കി പോകും. പക്ഷെ അങ്ങനെ ജീവിച്ച വ്യക്തികളുണ്ട്. അപ്പോൾ ആ ജീവിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ 5 പൈസ തൻ്റെ കയ്യിൽ വെക്കാനോ, കാരണം അന്നൊന്നും ജോലിക്ക് പോകുന്നവരല്ല, അപ്പോൾ 5 പൈസ തൻ്റെ കയ്യിൽ വെക്കാനോ അല്ലെങ്കിൽ തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിയാതെ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും, എത്ര സാമ്പത്തികമുള്ള വ്യക്തിയാണെങ്കിൽ പോലും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി അവനവൻ്റെ സന്തോഷങ്ങൾ അത് മാത്രമാണ് തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് ചിന്തിച്ച് പെരുമാറുന്ന വ്യക്തികളും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നുമില്ല, സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, ഭാര്യ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുന്ന ഭാര്യയുടെ ഈ വ്യക്തി അത്ര മൃഗീയമായിട്ട് എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റും, വാക്കുകൊണ്ടോ നോട്ടം കണ്ടോ എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ പെരുമാറുക. അങ്ങനെ പെരുമാറിക്കഴിയുമ്പോൾ ആ സ്ത്രീ എല്ലാം സഹിക്കുക. ആരോടും പറയാൻ പറ്റില്ലല്ലോ, എന്തപ്പോൾ ചെയ്യുക, കല്യാണം കഴിഞ്ഞു 2 കുട്ടികളായി, ആരോടും പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നാൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് വരും, ഭർത്താവ് ഇല്ല എന്ന് പറയുന്നില്ല, അരിയും പലചരക്കും പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് വരും. ബാക്കി 5 പൈസ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുക ഒന്നുമില്ല. ഒരു പിരിവുകാർ വന്നാൽ പോലും, നമ്മൾക്ക് വീടുകളിലേക്ക് പിരിവുകാർ വരുമല്ലോ, നമ്മൾ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സ്ഥിതി നമുക്ക് പറയാൻ പറ്റുമോ? പിരിവുകാർ വന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ പോലും ആ സ്ത്രീയുടെ കയ്യിൽ പൈസ ഇല്ലാതെ, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ആവശ്യത്തിന്, അതായത് അടിവസ്ത്രങ്ങൾ വാങ്ങാൻ പോലും കയ്യിൽ കാശില്ലാതെ ജീവിച്ച ഒരു സ്ത്രീ കേട്ടോ. അപ്പോൾ അങ്ങനെ നരകമായി ജീവിച്ച് മനസ്സിലെല്ലാം ഒതുക്കി പിടിച്ച് ജീവിച്ച അവർക്ക് അവസാനം സുഖമില്ലാതിരിക്കുന്ന സമയത്ത്, മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, നാട്ടിലൊന്നുമില്ല, അങ്ങനെയൊക്കെ സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വ്യക്തി, അതായത് ഈ ഭർത്താവ്, ആൾക്ക് നടക്കാൻ കഴിയും, ആളുടെ കാര്യങ്ങൾക്ക് ചെയ്യാൻ ആൾക്ക് ഇപ്പോൾ റിട്ടയർഡായി, പെൻഷനുണ്ട്, ആള് ജീവിക്കുന്നുണ്ട്, നടന്നു പോയി ഭക്ഷണത്തിന് ഹോട്ടലുകളിൽ പോയിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് പോയിട്ട് കഴിക്കുന്നു, തനിക്ക് വേണ്ടതെല്ലാം താൻ അങ്ങനെ ഭക്ഷിക്കുന്നുണ്ട്. ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. ഭാര്യ സുഖമില്ലാതെ കിടക്കുമ്പോൾ ആ ഭാര്യയോട് മുഖത്ത് നോക്കി പറയാണ്, നീ ഇങ്ങനെ കിടക്കുകയുള്ളൂ, നിനക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ നിശബ്ദം കണ്ണീരൊഴുക്കാൻ മാത്രമാണ് ആ സ്ത്രീക്ക് കഴിയുന്നുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിൽ നല്ല കാലത്തും ആ സ്ത്രീക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്തും മനസ്സമാധാനം ഇല്ല. അപ്പോൾ ഒന്നും ചെയ്തു തരേണ്ട ഭർത്താവ്, കിടന്ന കിടപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നും ഭർത്താവിന് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, സമ്മതിച്ചു. പക്ഷേ ആ മാനസികമായ ആ ഒരു വിഷമം ആരോടെ പറയുക അല്ലേ? ഒരാളോട് തുറന്നു പറയാൻ പറ്റാതെ അത് അനുഭവിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും അത് വിഷമമായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്ക് നാട്ടിലില്ലാത്ത കാരണം പൈസ അയച്ചു കൊടുത്തിട്ട്
ഹോം നേഴ്സിനെയൊക്കെ വെച്ചു. ഹോം നേഴ്സ് അവരെ നോക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഹോം നേഴ്സ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഭവമായിട്ടൊന്നും വേണ്ട, കാരണം കിടന്ന കിടപ്പിൽ കിടക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വിഷമവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകുമ്പോൾ ഭക്ഷണം വേണ്ട. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും കഴിക്കേണ്ട, ജീവൻ നിലനിർത്തിപ്പോണ്ടേ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ലിക്വിഡായിട്ട് എന്തെങ്കിലും കഴിക്കും, അതായത് പാലില്ല അല്ലെങ്കിൽ ഓട്സ് കാച്ചിയതോ അങ്ങനെ വല്ലതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോഴും ഈ വ്യക്തിക്ക്, അതായത് ഭർത്താവിന് യാതൊരു വിഷമം ഉണ്ടായില്ല. കാരണം എനിക്ക് പെൻഷൻ ഉണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒറ്റ തീരുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒറ്റ തീരുമാനമല്ല, അത് വലിയൊരു അഹങ്കാരമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ വ്യക്തിക്കും സുഖമില്ലാതെ ആയപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, എനിക്ക് എൻ്റെ ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ അവൾക്കൊരു മനസ്സമാധാനം കൊടുത്തിട്ടില്ല. അവളുടെ മരണസമയത്ത് പോലും ഞാൻ അവളെ എപ്പോഴും ശപിക്കും, കുറ്റപ്പെടുത്തും മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാം അനുഭവിച്ചിട്ട് അവിടെ പോയി. എനിക്കിനിപ്പോൾ ആരും ഉണ്ടാവില്ല. കാരണം ഈ അമ്മയെ ചെയ്തത് കണ്ടിട്ട് ഈ മക്കൾ തിരിഞ്ഞു നോക്കില്ല. അത് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് കൊണ്ട് ഇനി ആരും എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറിയാൽ തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ ഒരു മനുഷ്യ മനസ്സോട് കൂടിയിട്ട് കാണാനും ഒക്കെ ശ്രമിക്കുള്ളൂ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. സ്വന്തം മക്കൾക്കില്ലാത്തത് മറ്റുള്ളവർ ചെയ്യില്ല. ആരൊക്കെ എന്തൊക്കെ പണം വാങ്ങിച്ചാലും മറ്റുള്ളവർ ആ പണം വാങ്ങിക്കണേ മാത്രമേ ഉള്ളൂ. ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവില്ല, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, പ്രായമാകുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമുക്ക് സംഭവിക്കുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് രംഗബോധമില്ലാതെ കടന്നു വരുന്ന ഒരു കോമാളിയെ പോലെ കടന്നു വരുന്ന മരണം, ആർക്കാ എപ്പോഴാ എന്താ സംഭവിക്കുക ഒന്നും നമുക്കറിയില്ല. നമ്മൾ പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകണില്ല. മാത്രമല്ല, നമുക്ക് നടക്കും കാലം അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം മാത്രമാണ് നമുക്ക് സ്വയം നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര സാമ്പത്തികമുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പണം എത്ര കുമിഞ്ഞു കൂട്ടി വെച്ചിരുന്നാലും നമുക്ക് ആരുടെയെങ്കിലൊക്കെ സഹായം വേണ്ടി വരും ചിലപ്പോൾ. നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാറിയോ. പണ്ടുള്ളവർ പറയും, ഉറുമ്പലല്ലോ തിരുമ്മിച്ചാവാൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവൻ എങ്ങനെ പോവുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഭാവിയിൽ നമുക്ക് വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മറ്റുള്ളവരുടെ ഏകദേശമൊക്കെ ഒന്ന് പെരുമാറാനായിട്ട് അല്ലേ. ഇന്നിപ്പോൾ എത്ര നല്ല രീതിയിൽ പെരുമാറിയിട്ടും മക്കളെ എങ്ങനെയൊക്കെ നോക്കിയാലും ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കുക, ആളെന്നെ മക്കൾ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ നമുക്ക് ആരും ഇല്ലാതെ പോവും. അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മളെല്ലാം ചിന്തിക്കുക. കാരണം എൻ്റെ കൈ വിട്ട് പോയി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് മോശമായി പോയി എന്ന്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ആ സമയത്ത് നമ്മൾ എൻ്റെ ഭാര്യ പാവം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ ഉണ്ടായതെന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആ സ്നേഹവും അല്ലെങ്കിൽ ആ പരിഗണനയും കൊടുക്കേണ്ടിയിരുന്നത്. അത് ആ സ്ത്രീക്ക് ലഭിച്ചിട്ടില്ല. ആ സ്ത്രീയുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഇനി ഈ ബാക്കിയുള്ള സമയം ഈ പറഞ്ഞ വ്യക്തി ഇതുപോലെ തന്നെയാണ് പെരുമാറി ജീവിച്ചു പോയേക്കുന്നത്. അപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചിട്ടാണെങ്കിലും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതും മാനസികമായ ഒരു ഭയം നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്നത്. അങ്ങനെ ആ ഭയം ആ സമയത്ത് വന്നതുകൊണ്ട് മാത്രമായില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾക്ക് ആരുടെ സഹായം എപ്പോഴാണ് വേണ്ടി വരിക നമുക്കറിയില്ല. അതനുസരിച്ച് നമ്മൾ പെരുമാറാനും ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി തീരും. പക്ഷെ ചിലർ പറയും, ആരും വേണ്ടില്ല, പണം ഉണ്ടെങ്കിൽ ആരെങ്കിലും നോക്കാണ്ടാവും എന്ന് പറയും. ഇല്ല എന്നുണ്ടെങ്കിൽ പറയും, നമ്മൾ മരിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നാറ്റം അടുത്തിട്ടാണെങ്കിലും അടുത്തുള്ളവർ വന്നിട്ട് വലിച്ച് കുഴിയുണ്ടാക്കി കുഴിച്ച് മൂടുന്നു പറയും. അങ്ങനെ ഒന്നൊക്കെ നമ്മൾ പറയാന്ന് വെച്ചാലും എന്താ സംഭവിക്കുക നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ ഒരു ദയ, അതും അല്ലെങ്കിൽ നമ്മൾ പെരുമാറ്റത്തിൽ നമ്മൾ ആ ചോരത്തിളപ്പ് നമ്മൾ കാണിക്കരുത്. കുറച്ചൊക്കെ ഒന്ന് നന്നായിട്ട് പെരുമാറിയാൽ തന്നെയാണ് നമുക്ക് എന്താ സംഭവിക്കാൻ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ. എനിക്ക് ഇങ്ങനെയാണ് വരിക, ഇനി ഞാൻ എൻ്റെ ജന്മത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ പെരുമാറാനും ജീവിക്കാനും. അല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ബോധം ഉണ്ടെങ്കിലും ഒരുപാട് അനുഭവിച്ച് കിടക്കേണ്ട ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ
നല്ലത് ചെയ്താലും ദുഷ്ടത്തരം ചെയ്താലും ഒന്നും അവിടെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഓരോരുത്തർക്കും വിധിച്ച പോലെ വരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ലതുപോലെ അനുഭവിക്കാനായിട്ടാണ് നമ്മുടെ വിധിച്ച അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. പക്ഷേ നമ്മൾ നന്നായി ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെച്ച് തരാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ പെരുമാറി ജീവിച്ചാൽ നമുക്ക് നല്ലത് അല്ലേ? അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.